എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അതിനകത്ത് ഒരാള് വന്നിട്ടുണ്ട്. ശ്രീ കെ ടി ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ CPM പൂർണ്ണ തോതിൽ ഏറ്റെടുക്കുന്നുണ്ടോ? കെ ടി ജലീൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നേരത്തെ തന്നെ സംശയമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ലേ? താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ചു? എന്താ ആ സംശയങ്ങൾ കുറെ കൂടി ആർജവത്തോടു കൂടി ശക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ കെ ടി ജലീൽ ഉന്നയിക്കുകയാണ്. ഇത് ഈ ചോദ്യം അങ്ങ് ചോദിച്ചതിലൊരു പ്രശ്നമുണ്ടെന്നറിയാമോ? എന്തോ ആളാക്കിയതാണല്ലേ? ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാനിന്ന് എൻ്റെ ഒരു റൈറ്റപ്പിൽ ഞാൻ എഴുതിയത്, ഞാൻ ബോധപൂർവ്വം എഴുതിയതാണത്. കാരണം ഈ ലീഗ് വിമർശനങ്ങൾക്ക് അതീതമായൊരു വിശുദ്ധ പശുവാണ്. ഇതൊക്കെ എങ്ങനെ ചർച്ച ചെയ്യാൻ പാടുണ്ടോ? ഇതൊക്കെ പറയാൻ പാടുണ്ടോ? നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ആ ഇതിൽ നിന്നാണ് സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ശ്രീ വി ഡി സതീശനെതിരായ ഒരു ആരോപണമാണ് ഇന്ന് ശ്രീ കെ ടി ജലീൽ ഉന്നയിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അങ്ങിങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടു കരഞ്ഞുട കേട്ടോ. തന്നെയുമല്ല, ഒരു സംശയം തുടക്കത്തിലെ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. ഇതിലൊരു കാര്യമുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ഈ ചന്ദ്രികയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകനോ മാത്രമല്ല. അദ്ദേഹം ഇന്ന് വളരെ ഗുരുതരമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ 15 മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും മകന്റെയും സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹത നിറഞ്ഞതാണ്. ഇവിടെ മകന്റെ ഒരു 3.5 കോടിയുടെ കാര്യമേ അദ്ദേഹം കണക്ക് പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും പറഞ്ഞിട്ടില്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ആക്ഷേപം CPM ഉണ്ടോ? ഇതടക്കം അദ്ദേഹം ഉന്നയിക്കുന്ന എല്ലാം ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ. അത് വസ്തുതാപരമായി ഉയർന്നൊരു ചോദ്യം മാത്രമാണ്. ഉത്തരം കൂടെ ഇല്ല അങ്ങ് ഇപ്പോൾ ചോദിച്ചത് ഒരുപക്ഷെ സൗദ്ദേശത്തിലാണെന്ന് അങ്ങയുടെ വിശദീകരണത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാൻ ശരിവെക്കാം. പക്ഷേ ഒരു പൊതു പ്രതിഭാസമുണ്ട്. നമ്മളെ ആ പൊതു പ്രതിഭാസങ്ങൾ പലപ്പോഴും നമ്മുടെ ചോദ്യങ്ങളിലും ചിന്തകളിലും എല്ലാം സ്വാധീനം ചെലുത്തും, നമ്മൾ അറിയാതെ. ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന അങ്ങനെ ഒരു സ്വാധീനം ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുമുള്ള ആരോപണം. അത് ഞാൻ തുടരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇത് ഈ ആർക്കെതിരായ ആരോപണം ഉയർന്നാലും അന്വേഷണം വരണ്ടേ, ശക്തമായിട്ടത് പരിശോധന വരണ്ടേ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഞങ്ങൾക്കിത് സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിനാമി ഇടപാടുകളാകട്ടെ, നേരത്തെ തന്നെ ഞങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഇപ്പോൾ അങ്ങ് ചോദിച്ചത് വലിയ അന്വേഷണം വരണം, ശക്തമായ സംശയ നിവാരണം ഉണ്ടാകണം, എണ്ണി മറുപടി പറയണം, മറുപടി പറയണം. അയ്യോ ഒരു പുണ്യാളച്ചൻ. മതം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. ഇത്രയും പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. രണ്ടാമതൊരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഈ അറിയാതെ ആർജിച്ചു വരുന്ന ഒരു പൊതുബോധത്തിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ലീഗിനെതിരെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. പാണക്കാട് തങ്ങളെ ഈ പറയുന്ന പോലെ ചോദ്യം ചെയ്യലിന് വിധേയമായി എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അത് ഒരു സംശയവും വേണ്ട, ശ്രീ കെ ടി ജലീൽ പറഞ്ഞത് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഇവർ നിമിത്തമുണ്ടായ ദുർഗതി എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തോ ചെവി തരൂ. ഇവർക്കിതെല്ലാം മറയാണ്. അത് തങ്ങൾ കുടുംബമായാലും മറയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതത്തെയും മറയാക്കി പിടിച്ച് തന്നെയാണ് ഈ കച്ചവടമെല്ലാം നടത്തുന്നത്. ഇതില് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട വാർത്തയായി ശ്രീ കെ ടി ജലീൽ ഉന്നയിക്കുന്നത് വരെ വരുന്നില്ല? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറേ കാണാൻ തുടങ്ങിയിട്ട്. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ട്. കാരണം ED-യിൽ ഏറ്റവും അധികം സോഴ്സ് ഉള്ളത് നമുക്ക് ED-യുടെ അനക്സ് ഓഫീസുകൾ, ബ്രാഞ്ചുകൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ സ്റ്റുഡിയോ മുറികളിൽ സ്ഥാപിച്ചുവോ എന്ന് വരെ സംഘിക്കുന്ന വിധമുള്ള വിവരങ്ങളാണ്. നേരത്തെ അറിയായിരുന്നു, മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. നമുക്ക് ഓരോ മിനിറ്റിലുമുള്ള വിശകലനങ്ങളായി പുറത്തു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ED-യുടെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരള സാഹചര്യത്തിൽ ഒരു പാർട്ടിക്കെതിരെ, ചില ആളുകൾക്കെതിരെ വരുന്ന അന്വേഷണങ്ങളും നോട്ടീസുകളും കാണാതിരിക്കുന്നു എന്ന് പറയുന്നത് സംശയകരമാണ്. അതുകൂടി ഞാൻ വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ശ്രീ പി കെ ഫിറോസ് പറഞ്ഞതൊക്കെ കളവാണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടത് പറയാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ ഏക ഡിഫൻസ് ഇത് ചന്ദ്രികയുടെ തന്നെ പണമാണ്. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. അതിന്റെ ടെക്നിക്കൽ ഗ്രൗണ്ടിന്റെ പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അതൊക്കെ വിശദീകരിച്ച് വ്യക്തത വരുത്താവുന്നതേ ഉള്ളൂ. ചന്ദ്രികയുടെ പണമല്ല. ചന്ദ്രികയ്ക്ക് ഇത്രയും പണമുണ്ടായിരുന്നെങ്കിൽ ചന്ദ്രികയിലെ തൊഴിലാളികൾ പട്ടിണി സമരം നടത്തേണ്ടി വരുമായിരുന്നു. ചന്ദ്രികയുടെ പണമാണിത് എന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പണം നിങ്ങൾ കുന്നുകൂട്ടി വെച്ചിട്ടും
ചന്ദ്രികയിൽ പണിയെടുത്ത പാവപ്പെട്ട തൊഴിലാളികൾക്ക് പണം കൊടുക്കാത്തവരാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഒരു തൊഴിലാളി ജോലിയെടുത്താൽ അയാളുടെ വിയർപ്പ് തുള്ളികൾ വറ്റിത്തീരുന്നതിന് മുമ്പ്, വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് കൂലി കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ആ ഇസ്ലാമിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നവരാണ് ഈ ലീഗുകാർ. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? എങ്കിൽ ഞാൻ ചോദിക്കുന്നു, എല്ലാറ്റിലും എല്ലാ ഡിഫൻസിലും അവർ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ മൊത്തക്കുത്തവകാശം ഏറ്റെടുത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പണം കുന്നുകൂട്ടി വെച്ചിട്ടും കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറതയില്ല. കുന്നുകൂട്ടി വെച്ചിട്ടും ഇത്രയും പണം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ചന്ദ്രികയിലെ തൊഴിലാളികൾക്ക് പണിയെടുത്തതിന്റെ കാശ് കൊടുക്കാതെ? ഇത് ലളിതമായ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? അതിന്റെ അർത്ഥം ഇത് ചന്ദ്രികയുടെ പണമല്ല, ലീഗിന്റെ വിവിധ സ്ഥാപനങ്ങൾ വഴി ഈ പണം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിവിടെ മാത്രമല്ല, ഇപ്പൊ ഖത്തുവയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ലീഗിന്റെ അക്കൗണ്ടുകൾ, ലീഗിന്റെ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ, ആ അക്കൗണ്ടുകൾ വഴി കണക്കിൽപ്പെടാത്ത പണങ്ങൾ വന്നു പോകുന്നു. ഗുരുതരമായ ആരോപണമാണ്. ഈ ആരോപണം ശരിവെക്കുന്നതാണ്. തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ലളിതമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും കാലം അന്വേഷണം നീളേണ്ടതില്ല. ഇനി ഈ ഒടുവിലത്തെ ആരോപണത്തിന് നിദാനമായ AR നഗർ ബ്രാഞ്ചിലേക്ക് വരാം. ഇത് വല്ല ഇടങ്ങേറായല്ലോ. AR നഗർ സഹകരണ ബാങ്ക് നോക്കൂ, അവിടെ 600 കോടിയിലധികം കള്ളപ്പണമുണ്ട് എന്നാണ് സംശയകരമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. കൃഷ്ണവിലാസം വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. 71 ആളുകളുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അതിൽ കൂടുതലും ജീവിച്ചിരിക്കുന്നവരെയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകളെയില്ല. ഇങ്ങനെയുള്ള നിരവധി അക്കൗണ്ടുകൾ, അതിന്റെ വിശദാംശങ്ങൾ സഹകരണ വകുപ്പിന്റെ തന്നെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചട്ടപ്രകാരമുള്ള അന്വേഷണം നടന്നു വരികയാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട് സാധാരണ മക്കളെയൊന്നും ഇതിൽ വലിച്ചിഴക്കുക എന്ന് പറയുന്നത് CPM-ന്റെ പൊതു രീതിയല്ല, തീർച്ചയായിട്ടുമല്ല. പക്ഷേ ശ്രീ PK ഫിറോസ് മറുപടി പറയേണ്ട കാര്യം, അവിടെ ശ്രീ KT ജലീൽ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ആ ഉന്നയിച്ച കാര്യത്തിൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുഴുവൻ വാർത്താ സമ്മേളനവും ഇന്ന് നേരെ കേട്ട ഒരാളാണ്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അതിൽ മാധ്യമപ്രവർത്തകർ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഈ പലിശ ആരാണ് പിൻവലിച്ചു കൊണ്ടുപോയത്? അത് പറയണ്ടേ. 1.5 കോടി രൂപയുടെ പലിശ ആരോ പിൻവലിച്ചിരിക്കുന്നു. ആരാണത് കൊണ്ടുപോയത്? ആർക്കാണ് കൊടുത്തത്? അത് ഒറ്റ ഫോൺ കോളിൽ പറയാവുന്ന കാര്യമാണല്ലോ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അപ്പോൾ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എനിക്കതറിയില്ല, അത് ആരുമാകാം എന്നൊക്കെയാണ് പറഞ്ഞത്. ചെക്ക് കൊടുത്താൽ ആർക്കും മാറാലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ഒരുപക്ഷെ അദ്ദേഹത്തിന് അപ്പോഴത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഇപ്പോൾ മണിക്കൂറുകൾ പലത് കഴിഞ്ഞു. PK ഫിറോസ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ലളിതമായ ചോദ്യം, ശ്രീ KT ജലീൽ ഇന്ന് ഉച്ചയ്ക്ക് ഉന്നയിച്ച ഒരു ആരോപണമാണത്. ഒരു ചോദ്യമാണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭയമൊന്നുമില്ലല്ലോ. എനിക്കോ നല്ല കാര്യം. അതിന്റെ പലിശ 1.5 കോടിയോളം രൂപ വരുന്ന പലിശ, ആ പണം ആരാണ് പിൻവലിച്ചത്? PK ഫിറോസിനെ ഇവിടെ വ്യക്തമാക്കാൻ കഴിയുമോ? ആ ആളിന്റെ പേര് പറയണ്ടേ? അതെന്താവശ്യത്തിനാണ് വിനിയോഗിച്ചത്? 1.5 കോടിയാണല്ലോ, ചെറിയ പൈസയല്ലല്ലോ. ഞങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് 1.5 കോടി ചെറിയ പണമല്ല. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച. അപ്പൊ ലീഗ് ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ തയ്യാറാണോ? ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഇത് ലീഗിനുള്ളിൽ തന്നെ, നേരത്തെ അയ്യപ്പദാസ് ചോദിച്ചൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് ലീഗിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണോ ഇതെല്ലാം പുറത്തു വരുന്നത്? ഇതെല്ലാം അങ്ങ് ചോദിച്ചു. അതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിന് പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. എന്തായാലും തന്നെ ഈ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളെല്ലാം ആധികാരികമാണെന്ന് ഞാൻ പൊതുവിൽ വിശ്വസിക്കാറില്ല. ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് അതിന് ആധികാരികത നിഷേധിക്കാനും എളുപ്പമാണ്. വെറുതെ ആളെ എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞു. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.